ഹലോ, ഇന്നത്തെ വർക്ക് വന്നിട്ട് കുറച്ചധികം നെയിം സ്ലിപ്പ് ചെയ്തതിൻ്റെയും 2 ഫോട്ടോ ഫ്രെയിംസിൻ്റെയും കൂടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് നെയിം സ്ലിപ്പും ഒരു ഫോട്ടോ ഫ്രെയിമും നമുക്ക് കൊല്ലത്തോട്ടായിരുന്നു കേട്ടോ അയക്കാനുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ഫീൽഡിൽ 2ാം പ്രാവശ്യമാണ് കേട്ടോ കൊല്ലത്തോട്ട് അയക്കാൻ വേണ്ടിയിട്ട് വർക്ക് കിട്ടുന്നത്. ഞാൻ അങ്ങനെ കുറേ ദൂരത്തേക്കൊന്നും വർക്ക് അയക്കുന്ന ആളൊന്നല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഓർഡറൊന്നും പുറത്തുനിന്നൊന്നും കിട്ടാറില്ല. ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഈ ഒരു വർക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് കൊല്ലത്ത് നിന്ന് ഒരു യൂട്യൂബർ ആയിരുന്നു കേട്ടോ. ആൾക്ക് ഒരു കുഞ്ഞു ചാനലുണ്ട്, സരികാസ് വേൾഡ് എന്നാണ് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവർക്ക് ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരെനിക്ക് തന്ന കുറച്ച് വർക്കായിരുന്നു കേട്ടോ ഇത്. കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ പ്രാവശ്യം നെയിം സ്ലിപ്പ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3ാം ബാച്ച് നെയിം സ്ലിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. ഈ ഒരു നെയിം സ്ലിപ്പിൽ എനിക്ക് ഇവിടെ തന്നെ കൊടുക്കേണ്ട കുറച്ച് ഓർഡേഴ്സും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയിം സ്ലിപ്പിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ 2 വീഡിയോ ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ഒരു ഫോട്ടോസ് വെച്ചിട്ടാണ് കേട്ടോ നമുക്കിനി ഫ്രെയിം ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു A5-ലുള്ളതും ഒരു A4-ലുള്ളതായിരുന്നു കേട്ടോ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ ബാലൻസുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് കരുതിയിട്ടോ. മോൻക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ മോനെ ഉറക്കിപ്പെടുത്തിയിട്ടായിരുന്നു കേട്ടോ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എപ്പം ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൻ എണീറ്റ് പോരലുണ്ട്. അന്നും അതേപോലെ തന്നെ അവൻ എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇനി ബാക്കി പിറ്റേ ദിവസം എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ മാറ്റി വെക്കാനിട്ടുണ്ടായിന്. ഈ ഒരു ഫ്രെയിം ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ. ഈ ഒരു സെയിം ഡിസൈനിൽ ഞാൻ ടോട്ടൽ 4 വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പ്രിൻ്റ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി ബാക്കി അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. ഇനി പിറ്റേ ദിവസം ഞാൻ ഈ നെയിം സ്ലിപ്പൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് വേറെ വേറെ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്ന് കട്ട് ചെയ്യുന്നതിന് നല്ല മെനക്കെടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തവണ ഇതേപോലെ കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഞാൻ നെയിം സ്ലിപ്പ് ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അന്ന് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ലോണം ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നെയിം സ്ലിപ്പ് ഇതേപോലെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും പേര് ഞാൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അതാവുന്ന സമയത്ത് നമുക്ക് മാറിപ്പോകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നെയിം സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ബാലൻസ് ഉള്ള സ്ഥലത്ത് ഇതേപോലെ പേര് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനി ഫോട്ടോ ഫ്രെയിംസ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. A5 സൈസിലുള്ള ഫോട്ടോ ഫ്രെയിം വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറിലായിരുന്നു കേട്ടോ. നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ഒരു A4 സൈസിലുള്ള ഫ്രെയിം ആയിരുന്നേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് എപ്പോഴത്തേനും പോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ബോർഡ് ആദ്യം ഊരിയെടുക്കുക. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഗ്ലാസ് ക്ലീനറോ അല്ലെങ്കിൽ സാനിറ്റൈസറോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതായിരുന്നേ. ഈ ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ നമുക്ക് കൊല്ലത്തോട്ട് അയക്കാനുണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിം. അടുത്തതായിട്ട് ഈ ഒരു ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് വേഗം സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെയിംസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ അളവുകളുണ്ട് എന്നുള്ളത്. ഇത് 1 ഇഞ്ചിൽ വരുന്ന A5 സൈസിലുള്ള ഫ്രെയിം ആയിരുന്നേ. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഈ 2 വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമും നെയിം സ്ലിപ്പും കൂടെ ഒന്ന് കൊറിയർ പാക്കും കൂടെ ചെയ്തെടുക്കുക. ക്യാമറ ഓണാക്കിയെന്നും കരുതിയിട്ട് ഞാൻ ഫ്രെയിം പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിലായത് ക്യാമറ ഓണല്ല എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ അതൊരു റാപ്പിംഗ് ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയ കനം കുറഞ്ഞിട്ടുണ്ടായിരുന്ന തെർമോകോൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ ഇതൊരു കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യാണ്. ഈ ഒരു നെയിം സ്ലിപ്പും ഞാൻ ഇതേപോലെ ഒരു കവറിലിട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാമറ അറിയാണ്ട് ഓഫായി പോകുന്നുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു സമയത്തൊക്കെ മോനെയും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ ഇതേപോലെ തെർമോകോൾ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇതും ചെയ്ത് പകുതി അതിന് ശേഷമാണ് കേട്ടോ ക്യാമറ ഓണാക്കിയിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മ വന്നത്. തെർമോകോൾ 4 ഭാഗത്തും വെച്ചിട്ട് ഞാൻ ഇതേപോലെ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് തെർമോകോൾ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സെല്ലോ ടൈപ്പ് ആയിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിന് പകരം ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബ്രൗൺ പേപ്പറിൽ ഇട്ടിട്ട് ഇത് വീണ്ടും സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രത്തോളം ചെയ്തപ്പോഴത്തേക്കും മോന് ഭയങ്കര കരച്ചിലായിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബാക്കി ഫുള്ള് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു അഡ്രസ്സൊക്കെ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും